പേരാവൂരിൽ 1 കോടി രൂപ സമ്മാന തുകയുള്ള ലോട്ടറി തട്ടിയെടുത്ത ആളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. കസ്റ്റഡിയിലുണ്ടായിരുന്ന ഷുഹൈബിന്റെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തട്ടിയെടുത്ത ലോട്ടറി ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. വിജീഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകും. വിജീഷ്, അപ്പോൾ ലോട്ടറി തട്ടിയെടുത്ത ആളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. പക്ഷേ ഈ ലോട്ടറി എവിടെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇയാൾ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടോ? കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ജിൽസി, ലോട്ടറി തട്ടിയെടുത്ത സംഘത്തിൽപ്പെട്ട ഒരാളെ മാത്രമാണ് ഇപ്പോൾ പേരാവൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഇരിട്ടി സ്വദേശിയായിട്ടുള്ള ഷുഹൈബ് എന്ന് പറയുന്നയാളാണ്. ഇന്നലെ രാവിലെ തന്നെ ഇയാളിനെ പേരാവൂർ പോലീസ് അന്വേഷണ സംഘം സിഐയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരുന്നു. രാത്രി വൈകിയാണ് ഷുഹൈബിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഡിസംബർ 30 നറുക്കെടുത്ത കേരള സ്ത്രീ ശക്തി ബമ്പറിന്റെ 1 കോടി രൂപ സമ്മാനത്തുകയുള്ള ലോട്ടറി ടിക്കറ്റാണ് ബുധനാഴ്ച രാത്രി 9:10 പേരാവൂരിൽ നിന്ന് തട്ടിയെടുക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. ഈ ലോട്ടറി സമ്മാനം അടിച്ച സിദ്ദീഖ് എന്ന് പറയുന്ന ആള്, സാദിഖ് എന്ന് പറയുന്ന പേരാവൂർ സ്വദേശി, ഈ ലോട്ടറി ഉയർന്ന തുകക്ക്, അതായത് 1 കോടിയോളം രൂപയ്ക്ക് തന്നെ മറച്ചു വെക്കാനുള്ളൊരു ശ്രമം നടത്തിയിരുന്നു. ഈ ശ്രമത്തിനിടയിലാണ് ഇത് വാങ്ങാനെത്തിയ സംഘം ഈ ലോട്ടറി സാദിഖിന്റെ സുഹൃത്തിനെ തട്ടിക്കൊണ്ടുപോയി അയാളിൽ നിന്ന് കൈവശപ്പെടുത്തിയത്. ഈ പേരാവൂർ ടൗണിൽ നിന്ന് സാദിഖിന്റെ സുഹൃത്തിനെ കാറിൽ തട്ടിക്കൊണ്ടുപോയ 5 അംഗ സംഘത്തിലെ ആളാണ് ഈ ഷുഹൈബ്. ബാക്കി 4 പേരെ കുറിച്ച് ഷുഹൈബിൽ നിന്ന് കൃത്യമായ വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ലോട്ടറി ടിക്കറ്റും ഒപ്പം തന്നെ ഈ 4 കൂട്ടാളികളെയും കണ്ടെത്താനുള്ള പരിശ്രമമാണ് പേരാവൂർ പോലീസ് നടത്തുന്നത്. ഏതായാലും അവരിലേക്ക് എത്തുന്ന സൂചനകൾ പേരാവൂർ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. വരുന്ന മണിക്കൂറുകളിൽ തന്നെ മറ്റുള്ളവരെ കൂടി പിടികൂടാനാകും എന്നുള്ളൊരു വിശ്വാസമാണ് പേരാവൂർ CI പ്രകടിപ്പിക്കുന്നത്. ഏതായാലും ഈ സമ്മാനത്തുക, ഉയർന്ന സമ്മാനത്തുക തട്ടിയെടുക്കുന്നതിനൊരു നീക്കമാണ് ഈ ലോട്ടറി ഉടമയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിന്റെ ഭാഗമായിട്ട് ലോട്ടറി മറച്ചു വെക്കാനുള്ള ശ്രമമാണ് നടന്നിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തട്ടിപ്പ് മുഴുവൻ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഏതായാലും അന്വേഷണം ഊർജിതമാണ്. ജിൽസി.